രാമ 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 ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം വന്ദേ വാൽമീകികോകിലം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം ആനന്ദലബ്ധിക്കിനി എന്തു വേണം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം.
പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ രാമ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ധന്യാത്മാക്കളെ, സുകൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. രാമായണാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മിഥുന മാസത്തിലെ അവസാന സുദിനത്തിൽ കർക്കിടക മാസത്തിലേക്ക് സൂര്യൻ ചരിക്കുന്ന ഈ സുദിനത്തിൽ കർക്കിടക സംക്രമ സുദിനത്തിൽ രാമായണ മാസത്തിൻ്റെ സന്ദേശം പകർന്നുകൊണ്ട് കർക്കിടകം പിറക്കുന്നത്. രാമായണത്തിൻ്റെ പുണ്യ സ്മരണ പുതുക്കുവാനായിട്ട് വീണ്ടും ഒരു രാമായണ മാസം അഥവാ കർക്കിടക മാസം കൂടി സമാഗതമാവുകയാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. അങ്ങനെയുള്ള കർക്കിടകത്തിൽ അമംഗളങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗങ്ങൾ നമ്മുടെ പൂർവികര് പണ്ട് മുതൽക്ക് തന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ദുരിതത്തിനും ദുഃഖത്തിനും ശാന്തി വരുത്താനുള്ള ഈ ഒരു കർക്കിടക മാസം ഇന്ന് ലോകം മുഴുവനും രാമായണ മാസമായിട്ട് അറിയപ്പെടുകയാണ്. കർക്കിടകത്തെ കർക്കിടക മാസത്തിലെ ദാരിദ്ര്യവും ആധികളും വ്യാധികളും ഭീകരതയും നിറഞ്ഞ അന്ധകാര സുദിനങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചവരുടെ പിന്മുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. കർക്കിടകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് അക്ഷയമായ ഫലമാണ് ലഭിക്കുന്നത്. ഹൈന്ദവ ഭവനങ്ങളിൽ കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കുന്നു. രാമായണം വളരെ ശ്രേഷ്ഠമാണ്. മഹത്തായ ഇതിഹാസം മാത്രമല്ല, ഭാരതത്തിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ
ആദികാവ്യം കൂടിയാണ് രാമായണം. ഭൂമിശാസ്ത്രപരമായിട്ടോ മതപരമോ ആയ അതിർവരമ്പുകൾക്കപ്പുറത്ത് സാർവലൗകിക മാനവികതയാണ് രാമായണം ലക്ഷ്യമിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാമായണം പ്രകടമാക്കുന്നത്. രാമസ്യ അയനം, ശ്രീരാമൻ കാണിച്ചു തന്ന മാർഗമാണ് രാമായണം. അനേക വർഷങ്ങളായി ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ പുരുഷന്മാരുടെയും സത്യധർമ്മ ഭാവനകൾക്ക് പ്രചോദനമരുളിയ മഹൽ ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തേതാണ് ഈ ധർമ്മശാസ്ത്രമായ രാമായണം. അമൃതകഥയാണ് രാമായണം. ഹൈന്ദവ ഭവനങ്ങളിൽ പുണ്യഗ്രന്ഥമായി സൂക്ഷിച്ച് ആരാധിക്കുന്ന, നിരന്തരം പാരായണം ചെയ്ത് അനുസ്മരിക്കുന്ന പാവന ഗ്രന്ഥമാണ് രാമായണം. അനേകം നൂറ്റാണ്ടുകളായിട്ട് ഭാരതത്തിലെ ഗ്രാമീണ ജനതയിൽ മാത്രമല്ല ആദിവാസികൾക്കിടയിൽ പോലും സ്വാധീനം ചെലുത്തിയ പുണ്യചരിതമാണ് രാമായണത്തിൻ്റേത്. വാൽമീകി രാമായണത്തിന് ശേഷം ഈ രാമായണത്തെ അധികരിച്ച് വാസിഷ്ഠ രാമായണം, അത്ഭുത രാമായണം, ആനന്ദരാമായണം, അധ്യാത്മരാമായണം തുടങ്ങിയ അനേകം രാമായണ കൃതികൾ ഉടലെടുത്തു. വാൽമീകി രാമായണം കഴിഞ്ഞാൽ ഏറെ പ്രചാരം സിദ്ധിച്ചതാണ് അധ്യാത്മരാമായണം, സംസ്കൃതത്തിലുള്ള വ്യാസരാമായണം എന്നുകൂടി അറിയപ്പെടുന്നത്. ശ്രേഷ്ഠമായ കേരള ഭാഷയായ മലയാളത്തിൽ രചിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നിത്യവും പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥമായിട്ട് കേരള ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ്. അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും എന്നാണ് രാമായണത്തിൻ്റെ ഒരു ഫലം. അതായത് അധ്യയനം ചെയ്യുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, ചൊല്ലുന്നവർക്ക്, ശ്രവണം ചെയ്യുന്നവർക്ക് അധ്യാത്മ ജ്ഞാനമുണ്ടാക്കി തരുന്നത് കൂടിയാണ് അധ്യാത്മരാമായണം. ഭക്തി പ്രകർഷവും തത്വവിചാരവും കൊണ്ട് അത് സമ്മേളിച്ച് ശ്രീരാമ കഥാരസമുദ്രത്തിൽ ആറാടിക്കുന്ന രാമചരിതം പാടുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ധനസമൃദ്ധിയും ദീർഘായുസ്സും ഭക്തിയും മുക്തിയും സിദ്ധിക്കുന്നു. പിന്നീട് രാമായണ കഥയിലൂടെ, രാമനാമ ജപത്തിലൂടെ സാമാന്യ ജനങ്ങളുടെ ആത്മശുദ്ധിക്കും ആത്മോത്കർഷത്തിനും കാരണമാകുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇന്നു മുതൽ വായിക്കാനും പഠിക്കാനും അതിലുള്ള സന്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനും പാരായണം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിത്യം ഈ രാമായണ മാസത്തിൽ എങ്കിലും പാരായണം ചെയ്യുവാനും സാധിക്കുന്ന തരത്തിലാണ് രാമായണാമൃതം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിലായതിനാൽ എല്ലാ ഭാഗവും പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രസക്തമായ കാതലായ ഭാഗങ്ങൾ മാത്രം കഥാഭാഗങ്ങളായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് രാമായണാമൃതം ഈ 32 ഭാഗങ്ങളിലായിട്ട് കർക്കിടക മാസത്തിൽ അനുസ്മരിക്കാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. അധ്യാത്മരാമായണം വാൽമീകി മഹർഷിയെ സ്മരിച്ചുകൊണ്ട്, വ്യാസനെ സ്മരിച്ചുകൊണ്ട്
അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ കർത്താവായ തുഞ്ചത്താചാര്യനെ സ്മരിച്ചുകൊണ്ട് ഗുരുഗണപതി സകല ദേവീദേവന്മാരെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാരതീയ സംസ്കാരത്തിന്റെ അടിവേരുകൾ പതിഞ്ഞിരിക്കുന്ന രാമായണം ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നീ 6 കാണ്ഡങ്ങളിലായിട്ട് ശ്രീരാമ പട്ടാഭിഷേകം വരെ വർണ്ണിക്കുന്നു. ഉത്തരകാണ്ഡമായിട്ട് 7ാമത്തെ കാണ്ഡമായിട്ട് അറിയപ്പെടുന്ന ഭാഗവും വർണ്ണിക്കുകയാണ്. ശ്രീരാമനാമം ജപിച്ച് ശ്രീരാമസ്മൃതിയോടെ വിഘ്നേശ്വരനെയും സരസ്വതിയെയും ശ്രീ പരമേശ്വരനെയും ശ്രീ പാർവതിയെയും വന്ദിച്ച് രാമായണ കഥകൾ ഇവിടെ ആരംഭിക്കുകയാണ്. വാൽമീകി മഹർഷി കവിതാ കൊമ്പിൽ കയറിയിരുന്ന് അക്ഷയ മാധുര്യമൂറും വിധത്തിൽ രാമരാമ എന്ന് മധുരമായി കൂജനം ചെയ്യുന്ന ആ വാൽമീകിയാകുന്ന കോകിലത്തെ വന്ദിച്ചുകൊണ്ട് ഭൂമിയില് നദികളും പർവ്വതങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം രാമായണ കഥയും ലോകത്തിൽ പ്രചരിക്കുമെന്ന ആ മഹത്തായ വാക്യത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും രാമായണത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്താം. അനശ്വര കാവ്യമാണ് രാമായണം. ആ സേതു ഹിമാലയം വരുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ ചരിത്രം അഥവാ ജീവിത രീതിയെ സ്വാധീനിച്ച മറ്റൊരു കൃതി ലോകത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കർത്താവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പ്രണമിച്ച് ചൊല്ലാനുള്ള ശ്ലോകമുണ്ട്. അതുകൂടി ചൊല്ലുക. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന മഹത്തായ സന്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഭാരത പുണ്യഭൂമിയിൽ വനോപവനങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും യുഗയുഗാന്തരങ്ങളായി രാമായണ കാവ്യാമൃത സാഗരം അനുസ്യൂതം അലയടിച്ചു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കോടി കോടി കണ്ഠ നാളങ്ങളിൽ നിന്നും നിത്യേന രാമമന്ത്രം മുഴങ്ങുന്നു. പവിത്രമായ മന്ത്രം രാമ 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 രാമ. ഈ പവിത്രമായ രാമനാമം മുഴങ്ങുന്നു. സാർവലൗകികവും സാർവജനീനവും ആയ രാമായണ കഥ വളരെ പഴയതാണെങ്കിലും ഇന്നും പുതിയതാണ്. അമൃതകഥയാണ് രാമായണം. അങ്ങനെയുള്ള രാമായണത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ രാമായണ മാസത്തിൽ രാമായണ പാരായണവും രാമായണ കഥാഭാഗങ്ങളും പഠിച്ചുകൊണ്ട് ഈ ധന്യമായ രാമായണ മാസം നമുക്ക് കൂടുതൽ കൂടുതൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള സുദിനങ്ങളാക്കി മാറ്റാം. ശ്രീ
രാമചന്ദ്രസ്വാമിയുടെയും സകല ഗുരുപരമ്പരകളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. നാമജപം കൊണ്ടും ഭജന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ശുദ്ധമായി തീരുന്ന ഒരു അന്തരീക്ഷം, അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത. പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള സുദിനങ്ങളിൽ നമുക്ക് രാമായണത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നമോസ്തു രാമായ സശക്തികായ നീലോൽപല ശ്യാമള കോമളായ കിരീടഹാരംഗദഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ സിംഹാസനസ്ഥായ മഹാപ്രഭായ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. മംഗളം സത്യപാലായ ധർമ്മസംസ്ഥിതിഹേതവേ സീതാമനോഭിരാമായ രാമചന്ദ്രായ മംഗളം. രാമചന്ദ്രായ മംഗളം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.